നമസ്കാരം. ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. S200 motors ignited plus 5 seconds. S200 boosters का सफलतापूर्ण प्रज्वलन. നാവികസേനയ്ക്കായുള്ള നിർണായക വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹം വഹിച്ചുള്ള LVM-3 M5 റോക്കറ്റ് കുതിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. PM ശ്രീയിൽ വീഴ്ച സംബന്ധിച്ച് CPM പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് മന്ത്രിസഭയിലും LDF-ലും ചർച്ച നടന്നില്ലെന്ന് MV ഗോവിന്ദൻ. കരാറിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചെങ്കിലും SSK ഫണ്ട് കിട്ടാനാണ് സാധ്യതയെന്ന് മന്ത്രി V ശിവൻകുട്ടി. മലപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അധിക്ഷേപ പ്രസംഗത്തിൽ PMA സലാമിനെതിരെ പോലീസിൽ പരാതി നൽകിയത് CPM പ്രവർത്തകനായ വാഴക്കാട് സ്വദേശി മുഹമ്മദ് ജിഫ്രി തങ്ങൾ. PMA സലാമിന്റെ വിവാദ പ്രസംഗം തള്ളി മുസ്ലിം ലീഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥി. കവടിയാറിൽ മത്സരിക്കും. നാളെ മുതൽ വാഹന പ്രചരണ ജാഥ. ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം T20യിൽ ഇന്ത്യക്ക് ജയം. ഓസീസിന്റെ 186 റൺസ് ഇന്ത്യ മറികടന്നത് 5 വിക്കറ്റ് നഷ്ടത്തിൽ. വനിതാ ഏകദിന ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റ് ചെയ്യുന്ന ഇന്ത്യക്ക് മികച്ച തുടക്കം. വിശദമായി നോക്കാം. ISROയുടെ കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ LVM-3 M5 റോക്കറ്റ് വിക്ഷേപണം വിജയകരം. CMS-03 ഉപഗ്രഹം സുരക്ഷിതമായി ബഹിരാകാശത്തെത്തിച്ചു. നാവികസേനയ്ക്കായുള്ള നിർണായക വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03 ഉപഗ്രഹവുമായി വൈകിട്ട് 5:26 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ നിന്ന് LVM-3 കുതിച്ചുയർന്നത്. We have a magnificent liftoff, the LVM-3 M5 CMS-03 mission in the air. The simultaneous thrusting of the twin S200 motors is indeed a sight to behold. Plus 30 seconds. 4, 3, 2, 1, 0. S200 motors ignited. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജെനി എലിസബത്ത് ചേരുന്നുണ്ട്. ജെനി, LVM-3 M5 റോക്കറ്റ് വിക്ഷേപണം വിജയകരം. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായകമായ ദൗത്യമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളൊന്നും ISRO ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല. എന്തൊക്കെയാണ് ഈ വിക്ഷേപണം വിജയകരം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതെ എംപിലി, തീർച്ചയായും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരമായതിനാൽ ISROയുടെ ഈ വിക്ഷേപണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. സൈനിക സേവനങ്ങൾക്ക് കരുത്തു പകരുന്ന ഉപഗ്രഹമാണ് ഇന്ന് വിക്ഷേപിച്ച CMS-03. ഒപ്പം തന്നെ 5:26 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു റോക്കറ്റിന്റെ വിക്ഷേപണം. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ഉപയോഗിച്ച ലോഞ്ച് വെഹിക്കിൾ Mark 3 M5 തന്നെയാണ് ഈ CMS-03യെയും ഉപഗ്രഹത്തെയും ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇന്ത്യയുടെ ആദ്യ സൈനിക വാർത്താ വിനിമയ ഉപഗ്രഹമായ GSAT-7 കാലാവധി അവസാനിച്ചതോടെയാണ് CMS-03യുടെ നിർമ്മാണം ആരംഭിച്ചത്. GSAT-7 ഉള്ളതിനേക്കാൾ കൂടുതൽ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഈ ഉപഗ്രഹത്തിലുണ്ടെന്നുള്ളതാണ് വിവരം. ദേശസുരക്ഷയിൽ അതിനിർണായകമാണ് ഈ വിക്ഷേപണം. ഉപഗ്രഹത്തിന്റെ ചിത്രങ്ങളടക്കം ISRO പുറത്തുവിട്ടിരുന്നില്ല. ഈ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ബ്രോഷറിലോ മറ്റ് ഡീറ്റെയിൽസിലോ ഒന്നും ഉപഗ്രഹത്തിന്റെ ചിത്രങ്ങളോ മറ്റ് വിവരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ISRO ഇതെല്ലാം വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുകയായിരുന്നു, വളരെ രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു ഈ വിവരങ്ങൾ. 1589 കോടി രൂപയാണ് ഉപഗ്രഹത്തിന് ചെലവായി കരുതിയിട്ടുള്ളത്. 2019 നാവികസേനയും ISROയും തമ്മിൽ ഇത് സംബന്ധിച്ച കരാർ ഒപ്പിടുന്നത്. ദൗത്യം കൃത്യമാണെന്ന് ISRO ചെയർമാൻ V നാരായണൻ ഉപഗ്രഹ വിക്ഷേപണത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 സോളിഡ് മോട്ടോർ സ്ട്രാപ്പ് ഓണുകൾ, ഒരു ലിക്വിഡ് പ്രൊപ്പലന്റ് കോർ സ്റ്റേജ്, ഒരു ക്രയോജനിക് സ്റ്റേജ് എന്നിങ്ങനെ 3 സ്റ്റേജുകളിലായിട്ടായിരുന്നു ഉപഗ്രഹ വിക്ഷേപണം. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് ഇതിന്റെ S200 ബൂസ്റ്ററുകൾ വികസിപ്പിച്ചത്. അതുപോലെ തന്നെ 3ാം ഘട്ടം L110 ലിക്വിഡ് സ്റ്റേജാണ്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിൽ രൂപകൽപ്പന ചെയ്ത വികാസ് എഞ്ചിനുകളാണ് ഇതിന് കരുത്തു പകരുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സമുദ്രമേഖലയിലെ വാർത്താവിനിമയ ബന്ധം ശക്തിപ്പെടുത്തുകയാണ് CMS-03യുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആശയവിനിമയം കൂടുതൽ സുഗമമാകും. ഇന്ത്യൻ ഉപഭൂഖണ്ഡവും അതിനു ചുറ്റുമുള്ള സമുദ്രഭാഗവും ഉപഗ്രഹത്തിന്റെ നിരീക്ഷണ പരിധിയിൽ വരും.
ആശയവിനിമയം കൂടുതൽ സുഗമമാകുന്നതോടെ കര, നാവിക, വ്യോമസേനകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ എളുപ്പമാകുമെന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്. ശരിയായ ISROയുടെ കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ LVM-3M5 റോക്കറ്റ് ദൗത്യം വിജയകരമാണ്. CMS-03 ഉപഗ്രഹം സുരക്ഷിതമായി ബഹിരാകാശത്തെത്തിച്ചു. ISRO ഈ ദൗത്യം വിജയകരമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. നാവികസേനയ്ക്കായുള്ള നിർണായക വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03 ഉപഗ്രഹവുമായി വൈകിട്ട് 5:26 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചത്. എന്തായാലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ഒരു ദൗത്യമായിരുന്നു. 2025 ISROയുടെ 4ാമത്തെ ദൗത്യവുമാണ്. ISRO ഇത്ര അതീവ സുരക്ഷയോടെ, അതീവ രഹസ്യ സ്വഭാവത്തോടെ കൈകാര്യം ചെയ്ത ഒരു ദൗത്യം കൂടിയായിരുന്നു. എന്തായാലും ഈ ദൗത്യം വിജയമെന്നാണ് ISRO ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ജെനി എലിസബത്ത്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ മന്ത്രിസഭയും ഇടതുപക്ഷ മുന്നണിയും അറിയാതെയാണ് PM ശ്രീ ഒപ്പിട്ടതെന്നത് വീഴ്ചയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരള വികസന ചരിത്രത്തിലെ സുപ്രധാനമായ അധ്യായമാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം. ലോകത്തിന് മുന്നിൽ പുതിയ കരുത്തായി കേരളം മാറി. പ്രതിപക്ഷ നേതാവും ചില വിദഗ്ധരും വിചാരിക്കുന്നത് ഇന്നലെ സാധിച്ചതല്ല ഈ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു. 57 മുതലുള്ള ഇടതുപക്ഷ സർക്കാരുകളുടെ ഇടപെടലാണ് ഇതിന് പിന്നിലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചെങ്കിലും SSK ഫണ്ട് കിട്ടാനാണ് സാധ്യതയെന്ന് മന്ത്രി V ശിവൻകുട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായുള്ള ചർച്ച പോസിറ്റീവായിരുന്നു. 10 തൊഴിൽ മന്ത്രിമാരുടെ യോഗം നടക്കും. അന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ ഒന്നുകൂടി കാണാൻ ശ്രമിക്കുമെന്നും CPയുമായി ഒരു പ്രശ്നവുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. SSKയുടെ ഫണ്ട് നമ്മൾ വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. ഇവർ വളരെ പോസിറ്റീവാണ് SSK ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. അത് സാധാരണഗതിയിലുള്ള ഒരു പ്രോസസ്സാണ്. എത്രയോ വർഷക്കാലമായിട്ടുള്ള ഒരു നടപടിക്രമം ഉണ്ടല്ലോ. അത് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഞാൻ 10-ാം തീയതി അവിടെ ലേബർ മന്ത്രിമാരുടെ യോഗം ഡൽഹിയിലുണ്ട്. അന്ന് ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട്. അന്നൊരു കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുന്നുണ്ട്. LDF യോഗവും തിരുവനന്തപുരത്ത് ചേർന്നു. അതിനുശേഷം കൺവീനർ യോഗ തീരുമാനങ്ങളൊക്കെ വിശദീകരിക്കുകയുണ്ടായി. രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ഈ PM ശ്രീ വിവാദം CPM വീഴ്ച തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇതിന്റെ എന്തെങ്കിലും ഇതെന്താണ് സംഭവിച്ചത് എന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിക്കുകയുണ്ടായോ? ഒപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ആണ് അടുത്ത ആഴ്ചയോടുകൂടി. അപ്പോൾ ആ രീതിയിലുള്ള അജണ്ടകളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ഇന്നത്തെ യോഗത്തിലെ പ്രധാന അജണ്ടകൾ? LDF യോഗത്തിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാലേക്കൂട്ടി തന്നെ LDF കൺവീനർ യോഗത്തെ അഭിസംബോധന ചെയ്തപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്ക് പോകുന്നില്ല എന്ന തീരുമാനം അറിയിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായി അദ്ദേഹം അറിയിച്ചത് PM ശ്രീ വിവാദത്തിൽ സർക്കാർ ഒരു ഉപസമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത് സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ചയിലേക്ക് പോകാം എന്നാണ് LDF യോഗത്തിൽ ആദ്യം തന്നെ LDF കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്ക് പോയിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDF കൺവീനർ TP രാമകൃഷ്ണൻ അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ ഒന്നും പോയിട്ടില്ല. ഈ സംസ്ഥാന ഉപസമിതി, സർക്കാർ ഒരു ഉപസമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ആ റിപ്പോർട്ട് LDF യോഗത്തിൽ വെച്ച് ഇത് സംബന്ധിച്ച് കൂടുതലായ ചർച്ചകളിലേക്ക് പോകാം എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിലവിൽ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് പോയില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ജനക്ഷേമ പദ്ധതികളടക്കം ഇതിനോടകം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഇടതുമുന്നണി ഐക്യത്തോടു കൂടിയാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു, തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘടനാപരമായ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. സീറ്റ് വിഭജന ചർച്ചകളടക്കം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടായത്. അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ പേരെ ആവശ്യമെങ്കിൽ ഇക്കാര്യത്തിൽ ചേർക്കാമെന്ന് നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറി അടക്കം വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇനി നിലവിൽ സർക്കാർ ലക്ഷ്യമിടുന്നത് ദാരിദ്ര്യം സമ്പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിന്റെ ഭാഗമായി തന്നെ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ഒരു വൈജ്ഞാനിക മിഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ആവശ്യമായ തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്നതോടൊപ്പം ആളുകൾക്ക് തൊഴിൽ നേടിക്കൊടുക്കുക, അതിന് വിവിധ കമ്പനികളിലേക്ക് അടക്കമുള്ള ആളുകൾക്ക് ആളുകളെ എത്തിച്ചു നൽകുന്നതിനും തൊഴിൽ നൽകുന്നതിനുമുള്ള പദ്ധതികളാണ് ഈ വൈജ്ഞാനിക മിഷൻ വഴി പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പം നിലവിൽ നവംബർ
നവംബർ 10-ാം തീയതിക്ക് മുമ്പ് തന്നെ 10-ാം തീയതിക്കുള്ളിൽ തന്നെ സർക്കാർ നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളും സർക്കാരിന്റെ പ്രവർത്തനങ്ങളും അടക്കം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പ്രത്യേക പൊതുസമ്മേളനങ്ങളും ജാഥകളും നടത്തും. ഒപ്പം തന്നെ വീടാന്തരം കയറിയുള്ള പ്രചരണ പരിപാടികളും നടത്തും എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ SIR വിഷയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വന്നത്. SIR വിഷയത്തിൽ BJP ഒഴിച്ചുള്ള മറ്റെല്ലാ കക്ഷികളും സംസ്ഥാനത്ത് SIR ആരംഭിച്ചതിനെ അനുകൂലിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു 5-ാം തീയതി സർവകക്ഷി യോഗം നടക്കുന്നുണ്ട്. ആ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരം ഇത് നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ ചട്ടുകമായാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. അത്തരത്തിൽ നിലവിൽ SIR വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തീരുമാനങ്ങളിലേക്ക് യോഗം പോയി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് സംബന്ധിച്ച് അടുത്ത ദിവസം നടക്കുന്ന സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരം ഇത് നിർത്തിവെക്കണം. നേരത്തെ തന്നെ നിയമസഭയടക്കം ഇക്കാര്യത്തിൽ ഒരു പൊതു അഭിപ്രായം രൂപപ്പെടുകയും നിർത്തിവെക്കണമെന്ന ആവശ്യം ഉയർത്തുകയും ചെയ്തതാണ്. ഇവയൊക്കെ പരിഗണിച്ചുകൊണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് പോകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അല്ലാത്തപക്ഷം ഏറ്റവും പ്രധാനമായി ഈ പരിഷ്കരണം നടത്തുന്നുവെങ്കിൽ അത് ഏറ്റവും 2024 വരെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പട്ടികയുടെ പരിഷ്കരണം നടന്നിട്ടുണ്ട്. ആ 2024 തെരഞ്ഞെടുപ്പ് പട്ടികയുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പരിഷ്കരണം നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തുതന്നെയായാലും PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PM ശ്രീയിലെ അഭിപ്രായ ഭിന്നതയ്ക്ക് ശേഷം ചേർന്ന ഒരു തെരഞ്ഞെടുപ്പ് LDF യോഗമായിരുന്നു ഇടതുപക്ഷ മുന്നണിയുടെ ഒരു യോഗമായിരുന്നു നടന്നത്. ആ യോഗത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു വിശദമായ ചർച്ചയിലേക്ക് ഉപസമിതി റിപ്പോർട്ട് LDFൽ യോഗത്തിൽ വെച്ചതിന് ശേഷം ഇത് സംബന്ധിച്ച് ഒരു വിശദമായ ചർച്ചയിലേക്ക് പോകാം എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്. ഒപ്പം SIR വിഷയവും ചർച്ചയായി. ശരി, രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യമെന്ന് K മുരളീധരൻ. ഒരു ഭരണമാറ്റം ഊന്നിക്കൊണ്ടാണ് പ്രവർത്തനം. 101 വാർഡുകളിലും രാഷ്ട്രീയ വിശകലന യോഗം സംഘടിപ്പിക്കും. കവടിയാറിൽ KS ശബരിനാഥൻ മത്സരിക്കും. 10 സീറ്റിൽ നിന്ന് 51ലേക്ക് എത്തുക എന്നതാണ് ലക്ഷ്യമെന്നും K മുരളീധരൻ പറഞ്ഞു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ മുൻ MLA ശ്രീ K ശബരിനാഥ്, അദ്ദേഹം അരീക്കര ഏതാണ്ട് ഒരു ബൈ ഇലക്ഷനും പൊതു തെരഞ്ഞെടുപ്പിലും ജനപ്രതിനിധിയായിരുന്ന വ്യക്തിയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് കവടിയാറിൽ മത്സരിക്കുന്നു. ഏറ്റവും സീനിയറായ, കഴിഞ്ഞ ഏതാണ്ട് 25 വർഷം പൂർത്തിയാവാൻ പോകുന്ന നഗരസഭയിലെ ഏറ്റവും സീനിയറായ ശ്രീ ജോൺസൺ ജോസഫ് ഇത്തവണ ഉള്ളൂർ വാർഡിൽ നിന്ന് അദ്ദേഹം വീണ്ടും മത്സരിക്കുക. 30 വർഷം, അതിലും 30 മുമ്പ് പഞ്ചായത്തിലും അംഗമായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് കോർപ്പറേഷൻ ലയിച്ചതിന് ശേഷം സ്ഥിരമായിട്ട് കോർപ്പറേഷൻ ജയിച്ചു വരിക. അതുപോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ സുഭാഷ്, അദ്ദേഹമാണ് കിണവൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. മുമ്പ് പലതവണ നഗരസഭയെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ശ്രീ D അനിൽകുമാറാണ് പേട്ട വാർഡിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്നു 2015-20 കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ നീതു രഘുവരൻ, അവർ പാങ്ങപ്പാറയിൽ മത്സരിക്കുന്ന നീതു രഘുവരൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അതുപോലെ കൊടപ്പനക്കുന്നിൽ മത്സരിക്കുന്ന ശ്രീമതി അനിത, അവർ മുൻ കൗൺസിലിൽ അംഗമായിരുന്നു. അവർ മത്സരിക്കുന്നത് വനിതകൾക്കുള്ള ജനറൽ സീറ്റിലാണ് അനിത. അത് മുമ്പ് അങ്ങനെ 2015-20 അവർ വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്ത ജനറൽ സീറ്റിൽ തന്നെയാണ് അന്നും മത്സരിച്ചിരുന്നത്. ഒരു നിയമ വിദ്യാർത്ഥിനി കൂടിയായ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷാണ് മുട്ടടയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. മുൻ കൗൺസിലുണ്ടായിരുന്ന ശ്രീമതി ത്രേസ്യമ്മ തോമസ് നാലാഞ്ചിറ, ഇപ്പോഴത്തെ സിറ്റിംഗ് മെമ്പറായിട്ടുള്ള മേരി പുഷ്പം, DCCയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി MS അനിൽകുമാർ, ഇത്രയും പേരാണ് അവർ കഴക്കൂട്ടം. PMC വിവാദം അവസാനിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് LDF നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷം PMCയിൽ ചർച്ച നടത്താമെന്ന് LDF കൺവീനർ യോഗം ആരംഭിച്ചപ്പോൾ തന്നെ അറിയിക്കുകയായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, PMCയിൽ ഒരു സമവായമായി എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? ഇനി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണോ ഇടതുമുന്നണി?
തീർച്ചയായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമായത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI-യുമായി ഒരു സമരസത്തിൽ എത്താൻ CPM-ന് കഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അസ്വാരസ്യങ്ങൾക്ക് ശേഷം ചേർന്ന ആദ്യ LDF യോഗത്തിലും ഇക്കാര്യം വിശദമായി ഒരു ചർച്ചയിലേക്ക് വന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDF യോഗത്തിലടക്കം ചർച്ച ചെയ്യാതെ സർക്കാർ ഇതിൽ ഒപ്പുവെക്കുകയായിരുന്നു എന്ന ആരോപണമാണ് CPI നേരത്തെ തന്നെ ഉയർത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചയിലേക്ക് പോകണ്ട എന്ന് ആദ്യം തന്നെ LDF കൺവീനർ യോഗം ആരംഭിച്ചപ്പോൾ തന്നെ വ്യക്തമാക്കുകയായിരുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഉപസമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്ക് പോകാം. ഉപസമിതി റിപ്പോർട്ട് LDF-ൽ വെച്ചതിന് ശേഷം ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകളാകാം എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ യോഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളായിരുന്നു. ആ ഒരുക്കങ്ങളുടെ ഭാഗമായി എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനോടകം തന്നെ LDF പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. സീറ്റ് വിഭജന ചർച്ചകളടക്കം ഇക്കാര്യത്തിൽ ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ SIR ആണ് മറ്റൊരു പ്രധാന ചർച്ചാ വിഷയമായി വന്നത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. SIR വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP-യുടെ ചട്ടുകമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയാണ് എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. BJP ഒഴിച്ചുള്ള മറ്റെല്ലാ പാർട്ടികളുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ വന്ന സാഹചര്യത്തിൽ ഇത് നിർത്തിവെക്കാനാണ് തയ്യാറാകേണ്ടത്. അത് നിർത്തിവെക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 5-ാം തീയതി സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരം നിർത്തിവെക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒരു നിയമവശം കൂടി പരിശോധിക്കാനുള്ള നിർദ്ദേശവും LDF യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് നിയമവശം കൂടി പരിശോധിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോവുക. PM ശ്രീ വിഷയത്തിൽ പിന്നീട് ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം LDF-ൽ വിശദമായ ചർച്ച ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ശരി, രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിക്കെതിരായ സലാമിന്റെ അധിക്ഷേപ പരാമർശത്തിൽ രാഷ്ട്രീയ പ്രചാരണത്തിനൊപ്പം നിയമ നടപടികളുമായി CPM. PMA സലാമിനെതിരെ CPM പ്രവർത്തകൻ വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതിനെതിരെ നടത്തിയ പ്രസംഗത്തിനിടയിലാണ് PMA സലാം മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയത്. സലാമിന്റെ പരാമർശത്തിനെതിരെ വലിയ തോതിൽ വിമർശനമുയർന്നു. CPM പ്രവർത്തകനായ മുഹമ്മദ് ജിഫ്രി തങ്ങൾ വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ സലാമിനെതിരെ പരാതി നൽകി. സലാമിനെതിരെ മുൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും നിലവിൽ ഇടത് സഹയാത്രികരുമായ KS ഹംസ രംഗത്തെത്തി. ആൺകുട്ടികളുള്ള വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ആളാണ് PMA സലാം എന്ന് KS ഹംസ പറഞ്ഞു. പെൺകുട്ടികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന് പറയാറുണ്ട്. ആൺകുട്ടികളുടെ വീട്ടിലും കയറ്റാൻ കൊള്ളാത്തവനാണ് ഈ സലാം. അതാ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, പാർട്ടിയിലും അറിയാം. അതൊക്കെ അയാൾ നന്നാവട്ടെ, എന്നിട്ടല്ലേ ബാക്കിയുള്ളൊരു കേരളത്തിൻ്റെ ഒരു സംസ്കാരം ഉണ്ടല്ലോ. സംഭവം വിവാദമായതോടെ PMA സലാമിന്റെ പരാമർശത്തെ തള്ളി ലീഗ് നേതാക്കൾ രംഗത്തെത്തി. രാഷ്ട്രീയ വിമർശനങ്ങളാവാം, എന്നാൽ വിമർശനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാൻ പാടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അന്തസ്സില്ലാത്ത വർത്തമാനങ്ങൾ ലീഗിന്റെ രീതിയല്ലെന്നായിരുന്നു പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. വളരെ അന്തസ്സോടുകൂടി ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ഞങ്ങൾ പറയും. അന്തസ്സോടുകൂടി ഞങ്ങളെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മതി. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശത്തിൽ പ്രാദേശിക തലത്തിൽ വലിയ പ്രതിഷേധമുയർത്താനാണ് CPM-ന്റെ നീക്കം. അമൃത ന്യൂസ്, മലപ്പുറം. മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡാണ് അവർക്ക് മനുഷ്യത്വമില്ല. മുസ്ലിം ലീഗിന്റെ ഭരണം വന്നാൽ നമ്മൾ നാട് വിടേണ്ടി വരും. അവരുടെ കൂട്ടുപിടിച്ചു നിൽക്കുന്നവരെ ജയിപ്പിച്ചാൽ നമ്മുടെ സ്ഥിതി എന്താകുമെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. കൊല്ലം പുനലൂരിൽ SNDP നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഭരണമില്ലാഞ്ഞിട്ട് അവർ ഭരണമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? 9.5 കൊല്ലം കൊണ്ട് പോയിട്ട് നഷ്ടപ്പെട്ടു പോയത്. ഇനി അടുത്ത പ്രാവശ്യം ഇതെല്ലാം കൂടെ പിടിച്ചെടുക്കണമെന്നാണ്. അവരൊക്കെ ഭരണത്തിൽ വന്നാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നല്ല പേരാണ്. അവർ മതേതരമാണ്, പാർട്ടിയാണെന്നുള്ളത്. പേര് കേട്ടാൽ തന്നെ മുസ്ലിം കൂട്ടായ്മയാണ്. എന്നിട്ട് മതേതര പാർട്ടി എന്നാണ് പേരിട്ടേക്കുന്നത്. എല്ലാവരും വിളിക്കണം മതേതര പാർട്ടി. അവരുടെ കൂടി ഒരു MLA അവർ സ്ഥാനാർത്ഥി എടുക്കുന്നുണ്ട്. അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളുണ്ടാകും. ഇവർ വർഗീയ പാർട്ടിയാണ്. ആ വർഗീയ പാർട്ടിക്കാണ് നമ്മൾ കുട്ടികളുള്ളത്. അവരുടെ കൂട്ടുപിടിച്ചിരിക്കുന്ന ഭാഗത്ത് ഏൽപ്പിച്ചാൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും?
അവരിരുന്ന കാലത്ത് ചെയ്തത് എന്താണ്? ഇത് വന്നാലുള്ള വരുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനങ്ങൾ കണ്ടില്ലേ? ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനാണ് അവരുടെ മതരാഷ്ട്രപ്പെടുന്നവരാണ് അവരുടെ താല്പര്യം. ശബരിമല തീർത്ഥാടകർ ഉപയോഗിക്കുന്ന വിവിധ റോഡുകളുടെ നവീകരണത്തിനായി 377.8 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 10 ജില്ലകളിലെ 82 റോഡുകൾക്കായാണ് തുക അനുവദിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ 14 റോഡുകൾക്ക് 68 കോടി രൂപയും, കൊല്ലത്ത് 15 റോഡുകൾക്ക് 54 കോടി രൂപയും, പത്തനംതിട്ടയിൽ 6 റോഡുകൾക്ക് 40 കോടിയും, ആലപ്പുഴയിൽ 9 റോഡുകൾക്ക് 36 കോടി രൂപയും അനുവദിച്ചു. കോട്ടയത്ത് 8 റോഡുകളും, ഇടുക്കിയിൽ 5 റോഡുകളും, എറണാകുളത്ത് 8 റോഡുകളും, തൃശൂരിൽ 11 റോഡുകളും, പാലക്കാട്ട് 5ഉം, മലപ്പുറത്ത് 1 റോഡിനുമാണ് തുക വകയിരുത്തിയിട്ടുള്ളത്. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന റോഡുകളാണ് പരിഗണിച്ചിട്ടുള്ളത്. ഈ റോഡുകളുടെ നവീകരണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ശബരിമലയിലെ കട്ടിളപ്പാളി കടത്തി സ്വർണം കവർന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും. നാളെ കോടതിയിൽ ഹാജരാക്കുന്ന പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകും. ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കടത്തിയ കേസിൽ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 കേസുകളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാളെ കട്ടിളപ്പാളി കടത്തി സ്വർണം കവർന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് SIT രേഖപ്പെടുത്തും. റിമാൻഡിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും റാന്നി കോടതിയിൽ ഹാജരാക്കും. പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകും. അതേസമയം സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സംശയനിഴലിലുള്ള കൽപേഷ്, വാസുദേവൻ, ഗോവർദ്ധൻ, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി എന്നിവരെ അന്വേഷണ സംഘം നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ ശബരിമലയിൽ നിന്നും കാണാതായി എന്ന് കരുതപ്പെടുന്ന കുറച്ച് സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ശബരിമലയിൽ നിന്നും സ്വർണം ഇനിയും കണ്ടെത്താനുണ്ട് എന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. കേസിലെ മറ്റൊരു പ്രതിയായ മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിനെ 13 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നാളെ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ റാന്നി കോടതിയിൽ സമർപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിഖ് കൂട്ടക്കൊല നടന്നത് കോൺഗ്രസിന്റെ കാലത്താണെന്നും ഛാഡ് പൂജയെ RJD അപമാനിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. SIR-നെതിരായ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധയാത്ര നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടിയാണെന്ന് മോദി കുറ്റപ്പെടുത്തി. ബീഹാറിലേക്ക് നുഴഞ്ഞുകയറിയവരെ ഇവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്നും മോദി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. മുഖ്യമന്ത്രി സ്റ്റാലിൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. SIR നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകും. 2026-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം SIR നടത്തണമെന്നാണ് തമിഴ്നാടിന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിനായി പ്രവർത്തിക്കുകയാണെന്നും സ്റ്റാലിൻ ആരോപിച്ചു. സർവകക്ഷി യോഗത്തിൽ SIR-നെതിരായ പ്രമേയം പാസാക്കി. BJP, AIADMK പാർട്ടികളെ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. കണ്ണൂർ പയ്യാമ്പലത്ത് 3 മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കർണാടക സ്വദേശികളായ മുഹമ്മദ് അഫ്രോസ്, അഫ്നാൻ അഹമ്മദ്, റഹാനുദ്ദീൻ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ കുളിക്കുന്നതിനിടെ മൂവരും തിരയിൽപ്പെടുകയായിരുന്നു. പയ്യാമ്പലത്തെ സ്വകാര്യ റിസോർട്ടിൽ താമസിക്കാനെത്തിയ സംഘത്തിൽപ്പെട്ടവരാണ് തിരയിൽപ്പെട്ടത്. 2 പേരെ രക്ഷപ്പെടുത്തി. ഇവരുടെ നില ഗുരുതരമാണ്. 3-ാമത്തെ ആളെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ്. പാലക്കാട് ചിറ്റൂരിൽ കാണാതായ 14-കാരായ ഇരട്ട സഹോദരങ്ങളുടെ മൃതദേഹം കുളത്തിൽ നിന്ന് കണ്ടെത്തി. മൂത്തയാളായ രാമന്റെ മൃതദേഹമാണ് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത്. ചിറ്റൂർ സ്വദേശി കാശി വിശ്വനാഥന്റെ മക്കളാണ് ഇരട്ടകളായ രാമനും ലക്ഷ്മണനും. ചിറ്റൂർ ബോയ്സ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. ഇവർ വന്ന ഇലക്ട്രിക് സ്കൂട്ടർ കുളത്തിന്റെ പരിസരത്ത് നിന്നും കണ്ടെത്തി. മൊസാംബിക്കിലെ ബോട്ടപകടത്തിൽ മരിച്ച ഇന്ദ്രജിത്തിന്റെ മൃതദേഹം ജന്മനാട് ഏറ്റുവാങ്ങി. പിറവം വെളിയനാട് സ്വദേശിയാണ് ഇന്ദ്രജിത്ത്. സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടന്നു. ഈ മാസം 16-നാണ് മൊസാംബിക്കിലുണ്ടായ ബോട്ടപകടത്തിൽ ഇന്ദ്രജിത്തും കൊല്ലം സ്വദേശി ശ്രീരാഗും മരിച്ചത്. രാവിലെ 7:15-ഓടെയാണ് 22-കാരനായ ഇന്ദ്രജിത്തിന്റെ മൃതദേഹം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. തുടർന്ന് ജന്മനാടായ പിറവം വെളിയനാടിലേക്ക് കൊണ്ടുപോയി. ഉച്ചയോടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഒക്ടോബർ 16-നാണ് ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്ത് വെച്ച് ഇന്ദ്രജിത്ത് ഉൾപ്പെട്ട ബോട്ട് അപകടത്തിൽപ്പെട്ടത്. ഇന്ദ്രജിത്ത് ഉൾപ്പെടെ 21 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഷാർജ ആസ്ഥാനമായുള്ള ഏരീസ് മറൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് സർവീസ് കമ്പനിയിലെ ജോലിക്കാരായിരുന്നു ഇവർ. ശക്തമായ തിരയിൽപ്പെട്ട് മറിഞ്ഞ ബോട്ടിൽ നിന്നും
കോന്നി സ്വദേശി ആകാശ് ഉൾപ്പെടെ 16 പേർ രക്ഷപ്പെട്ടു. മലയാളികളായ ഇന്ദ്രജിത്തും കൊല്ലം സ്വദേശി ശ്രീരാഗും അപകടത്തിൽ മരിച്ചു. ശ്രീരാഗിന്റെ മൃതദേഹം കഴിഞ്ഞയാഴ്ച നാട്ടിലെത്തിച്ചിരുന്നു. അപകടത്തിന് ഏതാനും ദിവസങ്ങൾ മുൻപാണ് ഇന്ദ്രജിത്ത് മൊസാമ്പിലേക്ക് പോയത്. വെളിയനാട് സ്വദേശി KN സന്തോഷിന്റെയും ഷീനയുടെയും 3 മക്കളിൽ മൂത്തയാളാണ് ഇന്ദ്രജിത്ത്. അമൃത ന്യൂസ്, കൊച്ചി. തുള്ളി തോരാതെ തുലാവർഷം പെയ്തിറങ്ങുമ്പോൾ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഹൃദ്രോഗിയായ വയോധിക. ഇടുക്കി മുട്ടുകാട്ടിലാണ് ചോർന്നൊലിക്കുന്ന ഷെഡിൽ രോഗങ്ങളോട് പടവെട്ടി അടച്ചുറപ്പുള്ള വീടിനായി ശാന്ത എന്ന വയോധിക കാത്തിരിക്കുന്നത്. നിയമത്തിന്റെ നൂലാമാലയിൽ കുരുങ്ങി ചിന്നക്കനാൽ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. അടച്ചുറപ്പുള്ള മഴ നനയാത്ത ഒരു വീട്, ഇതാണ് ചിന്നക്കനാൽ മുട്ടുകാട് സ്വദേശിനി ശാന്തയുടെയും കുടുംബത്തിന്റെയും സ്വപ്നം. ലൈഫ് ഭവന പദ്ധതിയിൽ പണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വീടിനായി കെട്ടിയ തറയിൽ നിറയെ കാട്ടുപടർപ്പുകൾ നിറഞ്ഞു. ഉദ്യോഗസ്ഥർ പറയുന്ന നിയമപ്രശ്നങ്ങളൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇനി എന്താ എന്ന ചോദ്യത്തിന് മാത്രം ആർക്കും മറുപടിയുമില്ല. SC വിഭാഗത്തിൽപ്പെട്ട 67-കാരിയായ ശാന്ത ഗോപാലന് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചത്. വിധവയായ ഇവർ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലുമാണ്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടതോടെ അപകടാവസ്ഥയിലായിരുന്ന വീട് പൊളിച്ചുമാറ്റി താൽക്കാലിക ഷെഡിലേക്ക് താമസം മാറി. പുതിയ വീടിനായി തറയും നിർമ്മിച്ചു. ആദ്യ ഗഡുവായ 40,000 രൂപ ലഭിച്ചെങ്കിലും മാസങ്ങളായി ബാക്കി തുക മുടങ്ങിക്കിടക്കുകയാണ്. ഇതോടെ വീട് നിർമ്മാണം നിലച്ചു. ഒന്നും നനയാതെ ഒന്ന് ആക്കി കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാത്തിലും കയറി കിടക്കാറുണ്ട്. ഈ അതിലേക്കൊന്നും പോകാതെ എൻ്റെ കൊച്ചുങ്ങളെ ഇട്ടേച്ച് ഈ വീട് പൊളിച്ച് അന്ന് ഒളിങ്ങിങ്ങനെ പോയി അയലോക്കത്ത് പോയി കിടക്കണതാ. കനത്ത മഴയിൽ താൽക്കാലിക ഷെഡിൽ വെള്ളവും ചെളിയും നിറഞ്ഞു. ഇതോടെ രോഗിയായ ശാന്ത അയൽ വീട്ടിലാണ് അന്തിയുറങ്ങുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഏറ്റവും അർഹതപ്പെട്ടവരാണ് ശാന്തയും കുടുംബവുമെന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും പറയുന്നു. ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിലനിൽക്കുന്ന വിജിലൻസ് അന്വേഷണവും റവന്യൂ വകുപ്പിന്റെ നിയമങ്ങളുമാണ് സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് സമരം അക്രമാസക്തമാക്കുന്നതിന് പിന്നിൽ DIG യതീഷ് ചന്ദ്ര ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവുമായി കർഷക കോൺഗ്രസ്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കണ്ണന്തറ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. കമ്പനി ഉടമകളും പോലീസും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ സമാധാനപരമായി നടന്ന സമരം സംഘർഷത്തിലേക്ക് എത്തിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങളുണ്ടായെന്നും ഇതിന് പിന്നിൽ DIG യതീഷ് ചന്ദ്രയാണെന്നുമാണ് കർഷക കോൺഗ്രസിന്റെ ആരോപണം. ഇതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് കർഷക കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കണ്ണന്തറ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത്. പ്ലാന്റിലേക്ക് കോഴിമാലിന്യവുമായി വന്ന വാഹനം സമരക്കാർക്കിടയിലൂടെ ബലമായി കടത്തിവിടാൻ പോലീസ് ശ്രമിച്ചതാണ് അക്രമ സംഭവങ്ങൾക്ക് കാരണമായതെന്നും ആരോപിക്കുന്നു. പോലീസ് ടിയർ ഗ്യാസും ഗ്രനേഡും എറിഞ്ഞതോടെ സമരക്കാർ ചിതറിയോടിയപ്പോഴാണ് പ്ലാന്റിന് സമീപം തീവെപ്പ് നടന്നത്. ഇതിൽ കമ്പനി ഉടമകളും പോലീസും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം ഫ്രഷ് കട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥയുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നവംബർ 1 മുതൽ 7 വരെ കളക്ടർ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്ലാന്റിന്റെ 300 മീറ്റർ ചുറ്റളവ്, പ്ലാന്റിനും അമ്പായത്തോടിനും ഇടയിലെ റോഡിന്റെ ഇരുവശത്തുമുള്ള 50 മീറ്റർ പ്രദേശം, അമ്പായത്തോട് ജംഗ്ഷന്റെ 100 മീറ്റർ ചുറ്റളവ് എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞ. ഈ പ്രദേശങ്ങളിൽ 4 അതിൽ കൂടുതലോ ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനും ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമോ പൊതുപരിപാടികളോ പ്രകടനങ്ങളോ നടത്തുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഫ്രഷ് കട്ട് തുറക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. കുട്ടനാട്ടിലെ നെൽകർഷകരുടെ പ്രതിസന്ധികൾക്ക് അവസാനമില്ല. തുലാമഴയിൽ കൊയ്യാൻ പാകമായ നെല്ല് വീണതോടെ പ്രതിസന്ധിയിലായത് രണ്ടാം കൃഷിയിൽ പ്രതീക്ഷ വെച്ച നിരവധി കർഷകരാണ്. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ കൊയ്യാറായ നെല്ല് വീണതാണ് കർഷകരെ അലട്ടുന്ന പുതിയ പ്രതിസന്ധി. തുലാമഴ ശക്തമായതാണ് അപ്രതീക്ഷിത തിരിച്ചടിക്ക് കാരണം. മഴയോടൊപ്പം കാറ്റും ശക്തമായതോടെ പ്രധാന പാടശേഖരങ്ങളിലെല്ലാം നെല്ല് വീണു. കൊയ്യാൻ പാകമായ നെല്ല് വീണതോടെ കൊയ്ത്തും മുടങ്ങി. വീണ നെല്ല് കൊയ്യാൻ പാകത്തിൽ മെഷീനുകളുണ്ട് എങ്കിലും വലിയ തുക മുടക്കി കൊയ്ത്ത് യന്ത്രങ്ങൾ എത്തിക്കുന്നതും ചിലവേറും. പല കർഷകർക്കും ആദ്യ കൃഷി നഷ്ടമായിരുന്നു. പിന്നാലെ രണ്ടാം കൃഷിയിലും മഴ വില്ലനായതോടെ ദുരിതം ഇരട്ടിയായി. ഈ നല്ല നെല്ല് പിടിച്ച് പക്ഷേ അത് കൊയ്ത് കരയ്ക്കെത്തിക്കാനൊരു മാർഗ്ഗമില്ലാത്തൊരു സ്ഥിതിയാണ്. മഴ, കാലാവസ്ഥ, ഈ കാറ്റും എല്ലാം കൂടെ വന്ന് നെല്ല് മൊത്തം വീണടിഞ്ഞു പോയിരിക്കുകയാണ്. വീണടിഞ്ഞു പോയാലും കൊയ്തെടുക്കുന്നുള്ള യന്ത്ര സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ യന്ത്ര ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരോ ആരും ഒരു ശ്രമവും നടത്തിയിട്ടില്ല. പരിമിതമായ കാലാവസ്ഥയുടെ പരിമിതികളെല്ലാം എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും കൊയ്ത്ത് നടത്തിയെടുക്കുവാനുള്ള കർഷകൻ്റെ ആ ശ്രമം പരാജയപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു മോണോപോളി സൃഷ്ടിക്കുകയാണ് കൊയ്ത്ത് യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട്.
അപ്പോൾ കർഷകൻ എങ്ങനെ നഷ്ടം വരുത്താവോ, കർഷകൻ ഏതെല്ലാം തരത്തിൽ ചൂഷണം ചെയ്യാവോ, മില്ലുകാരുടെ കൊയ്ത് കരയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 16 കിലോ കിഴിവ് കൊടുക്കണമെന്ന് പറയുന്നത്, അതുമൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നെല്ലെടുക്കാൻ മില്ലുടമകൾ തയ്യാറാകാത്തതായിരുന്നു ആദ്യ പ്രതിസന്ധി. എന്നാൽ സർക്കാർ ഇടപെടലിൽ ഇതിന് പരിഹാരം കണ്ടെങ്കിലും മില്ലുടമകൾ കിഴിവ് കൂടുതൽ ചോദിക്കുന്നത് കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കും. കുട്ടനാട്ടിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ നെല്ല് കരയ്ക്ക് കൂട്ടിയിട്ട നിലയിലായിരുന്നു. ഭക്ഷ്യമന്ത്രിയും കൃഷിമന്ത്രിയും പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് ആലപ്പുഴയിലെ നെല്ല് അടിയന്തരമായി സംഭരിക്കാൻ തീരുമാനമായത്. സപ്ലൈകോയുമായി കരാറൊപ്പിട്ട കാലടി അമിലോസ് മില്ലിനാണ് സംഭരണത്തിന് അനുമതി. നെടുമുടി, വള്ളുവൻകാട്, പൂന്തൂരം, കരുവാറ്റ, ഈഴവക്കേരി, വെസ്റ്റ്, പരിയക്കാട് പാടശേഖരം എന്നിവിടങ്ങളിലെ നെല്ലാണ് സംഭരിക്കുക. അമൃത ന്യൂസ്, ആലപ്പുഴ. കൊച്ചിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഇടപ്പള്ളിയിൽ ജോലി ചെയ്യുന്ന ലക്ഷദ്വീപ് സ്വദേശിക്കാണ് രോഗബാധ. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇയാളുടെ ആദ്യ 2 സാമ്പിളുകൾ നെഗറ്റീവായിരുന്നു. മൂന്നാമത് നടത്തിയ പരിശോധനയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. മൂന്നാം T20 മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ജയം. ഓസ്ട്രേലിയയുടെ 187 റൺസ് വിജയലക്ഷ്യത്തിനെതിരെ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ലക്ഷ്യം മറികടന്നത്. വാഷിംഗ്ടൺ സുന്ദർ 49 റൺസ് നേടി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിലാണ് 186 റൺസ് എടുത്തത്. ടീം ഡേവിഡ് 74-ഉം മാർക്കസ് സ്റ്റോയിനസ് 64 റൺസ് നേടി. ഇന്ത്യയ്ക്ക് വേണ്ടി അർഷദീപ് സിംഗ് 3-ഉം വരുൺ ചക്രവർത്തി 2 വിക്കറ്റുകൾ വീഴ്ത്തി. 5 മത്സരമുള്ള സീരീസിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇതോടെ 1-1 എന്ന നിലയിലാണ് ഇരു ടീമുകളും. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ മികച്ച നിലയിൽ. സ്മൃതി മന്ദാന 45 റൺസ് എടുത്ത് പുറത്തായി. ഷഫാലി വർമ്മ അർദ്ധ സെഞ്ചുറി നേടി. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. നവി മുംബൈയിൽ നടക്കുന്ന മത്സരത്തിൽ കനത്ത മഴയെ തുടർന്ന് 2 മണിക്കൂർ വൈകിയാണ് കളി തുടങ്ങിയത്. മത്സരം വൈകിയെങ്കിലും ഓവർ കുറയ്ക്കില്ല.